ജസ്റ്റ് ഗൂഗിളിനകത്ത് നമ്മൾ indodemy.com എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെർച്ച് ആയിട്ട് നമുക്കിവിടെ ഇൻഡോഡമി സ്കൂൾ ഓഫ് ലീഡിങ് കാണാം. ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പം വെബ്സൈറ്റിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കോഴ്സസ് കാണാം, ഇൻഡോഡമിയുടെ ലോഗോ കാണാം, ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ നേരിട്ട് കോഴ്സിലൂടെ നമുക്ക് ലോഗിൻ ചെയ്യാം. ആദ്യം കോഴ്സ് ക്ലിക്ക് ചെയ്യുക. ഹയർ സെക്കൻഡറി ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ +1 +2ലേക്ക് പോകാം. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഹയർ സെക്കൻഡറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സും, ഹയർ സെക്കൻഡറിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സും കാണാൻ പറ്റും. 2 കോഴ്സസ് അവൈലബിൾ ആണ് ഇവിടെ. അതിൽ ഒന്നാമത്തെ കോഴ്സ് +1 അക്കൗണ്ടൻസി എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആണ്. സോ +1 അക്കൗണ്ടൻസി എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാം. അതേപോലെ +1 അക്കൗണ്ടൻസി എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കാണാം. ഇവിടെ പർച്ചേസ് എന്നുള്ളൊരു ബട്ടൺ കാണാം. സോ ക്ലിക്ക് ഓൺ പർച്ചേസ് ചെയ്യാൻ നമുക്ക് സൈൻ ഇൻ ചോദിക്കും. യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവില്ല. സോ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ആയുള്ള ബ്ലാക്ക് ടാബ് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഒരു നിക്ക് നെയിം നമുക്ക് അവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു പേര് കൊടുക്കുകയാണ്. യൂസർ നെയിമായിട്ട് നമ്മൾ ഒരു പേര് കൊടുക്കണം. വൺ ടു ത്രീ എന്നാണ് നമ്മൾ യൂസർ നെയിം കൊടുത്തിട്ടുള്ളത്. ഇമെയിൽ അഡ്രസ്സ് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ ഇമെയിൽ കൊടുക്കുകയാണ്. @gmail.com നമ്മൾ മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്തു. പാസ്വേഡായിട്ട് നമുക്കൊരു 8 ലെറ്റേഴ്സ് ഉള്ള എന്തെങ്കിലും ഒരു പേരോ നമ്പറോ ഒക്കെ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാം. നമ്മളത് കൃത്യമായിട്ട് എഴുതി വെക്കണം. അത് നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ തൽക്കാലം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, നൗ രജിസ്ട്രേഷനിലേക്ക് പോകാം. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, യു ക്യാൻ ലോഗിൻ നൗ. ലോഗിൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. നമുക്കിവിടെ ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, നമുക്ക് അവിടേക്ക് സൈൻ ഇൻ ചെയ്യാം. യൂസർ നെയിം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുള്ള യൂസർ നെയിം അവിടെ കൊടുക്കാം. വൺ ടു ത്രീ എന്നാണ് നമ്മൾ യൂസർ നെയിം കൊടുത്തത്. പാസ്വേഡ് കൊടുത്തത് ലോഗിൻ ആവും. നമുക്ക് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ലോഗിൻ നമ്മൾ ഈ ഒരു ടാബ് ഇവിടെ ഒരു ചെറിയൊരു ഹെഡിൻ്റെ ഒരു ചിഹ്നം കാണാം. ഈ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോഗിൻ ഡീറ്റെയിൽസ് കാണാം. ഡാഷ്ബോർഡ്, പ്രൊഫൈല്, എൻറോൾഡ് കോഴ്സ്, വിഷ് ലിസ്റ്റ്, മൈ ക്യൂസ്, അറ്റംപ്റ്റ്, അതുപോലെ പർച്ചേസ്, സെറ്റിങ്സ്, ലോഗ് ഔട്ട് ഓപ്ഷൻ. ഓക്കെ, നമുക്കിനി കോഴ്സ് പർച്ചേസ് കണ്ടിന്യൂ ചെയ്യാം. +1 അക്കൗണ്ടൻസി എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ഓൺ പർച്ചേസ്. സോ കാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. കാർട്ടിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പ്രൊഡക്റ്റ് ശ്രദ്ധിക്കുക, അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസി ആണ്. ക്വാണ്ടിറ്റീസ് നോട്ട് ചെയ്യുക. ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, 1 മാത്രം മതി. ഇവിടെ ഒന്നിൽ കൂടി നമ്പർ വരാൻ നമ്മൾ 1 ആക്കി കൊടുക്കണം. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സബ് ടോട്ടൽ 0, നമുക്ക് പൈസയൊന്നും വരുന്നില്ല, അതുകൊണ്ട് 0 ആണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ആൻഡ് നൗ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നമ്മളുടെ ഫസ്റ്റ് നെയിം പ്രൊവൈഡ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന ആളുടെ പേര് കൊടുക്കുക. ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലൊക്കെ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. കമ്പനി നെയിമിൻ്റെ ആവശ്യമില്ല. കൺട്രി ഇന്ത്യ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും. വീട്ടുപേര്, അതേപോലെ അഡ്രസ്സാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ വീട്ടുപേര് അവിടെ നിർബന്ധം കൊടുക്കണം നമ്മൾ. സ്റ്റേറ്റ് കേരള ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും.
പിൻ നമ്പർ കൊടുക്കാം. നമ്മൾ നോർമൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇമെയിൽ അഡ്രസ്സ്. ടു ഫോർ ഡബിൾ ടു @gmail.com. ഓക്കെ, നമ്മളിവിടെ മെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ്, ഈ റെഡ് മാർക്ക് വരുന്നതൊക്കെ അവിടെ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കൊടുക്കണം. ഓർഡർ ഇൻഫർമേഷൻ താഴെ വന്നിട്ടുണ്ടാവും. ദെൻ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബില്ലിംഗ് അഡ്രസ്സിലേക്ക് നിങ്ങളെ ബില്ല്, അതായത് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് നിങ്ങൾക്ക് മെയിലിലേക്ക് വരും. ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് അവിടെ കാണാം, അഖിൽ കെ. ഞാനിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ പേര് അഖിൽ കെ കാണാം. പിന്നെ എൻറോൾഡ് കോഴ്സസിനകത്ത് +1 കോഴ്സ് ആഡ് ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് ആഡ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊസീജിയർ. താങ്ക് യു.